താരകാസുരവധം ദേവകൾക്ക് ആനന്ദ നൃത്തത്തോടെ ആഘോഷിക്കുവാൻ തുടങ്ങി. ഏവരും സുബ്രഹ്മണ്യനെ സ്തുതിച്ചു. താരകാസുരവധത്തിന് ശേഷം കൈലാസത്തിലെത്തിയ സുബ്രഹ്മണ്യനെ പാർവതി സസന്തോഷം സ്വീകരിച്ചു. സ്നേഹവാത്സല്യങ്ങളാൽ ദേവി ഷൺമുഖനെ വീർപ്പുമുട്ടിച്ചു. ദേവിയുടെ അത്യധികമായ ലാളനകൾക്ക് പാത്രമായ സുബ്രഹ്മണ്യന്റെ ജീവിതത്തിന് യാതൊരു അടുക്കവും ചിട്ടയുമില്ലാതെയായി മാറി. സാധുക്കളെ ഉപദ്രവിക്കുന്നതിലും ദേവസ്ത്രീകളെ ദ്രോഹിക്കുന്നതിലും അവൻ താൽപര്യം പ്രദർശിപ്പിച്ചു. ഒടുവിൽ ദേവസ്ത്രീകൾ പാർവതിയെ സമീപിച്ച് തങ്ങളുടെ വിഷമം അറിയിച്ചു. ദേവി, അവിടുത്തെ പ്രിയപുത്രൻ ഞങ്ങൾക്കും പ്രിയങ്കരനാണ്. അവൻ ഞങ്ങൾക്കും പുത്രസമാനനാണ്. അമ്മേ, എന്നാൽ അവൻ ഞങ്ങളെ നിരന്തരം വിഷമിപ്പിക്കുന്നു. ദേവി, അവിടുന്ന് ഇതിനൊരു മാർഗം നിർദ്ദേശിച്ചാലും. പാർവതി വിഷമാവസ്ഥയിലായി. ഹൃദയത്തിന്റെ ഒരു ഭാഗത്ത് പുത്രസ്നേഹവും മറുഭാഗത്ത് ദേവസ്ത്രീകളോടുള്ള വാത്സല്യവും ഒന്നറിഞ്ഞു നിന്നു. ഇവയിൽ ഏതാവണം വിജയിക്കേണ്ടത്? ദേവിയുടെ മനോഗതികൾ ഊഹിച്ചറിഞ്ഞ പരമശിവൻ ദേവസ്ത്രീകളെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവസ്ത്രീകളെ, നിങ്ങൾ മടങ്ങുക. സുബ്രഹ്മണ്യന്റെ വിക്രിയകൾക്ക് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. അതിനുശേഷം പരമശിവൻ പാർവതിയോടായി പറഞ്ഞു, ദേവി, അവിടുന്ന് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് പുത്രവാത്സല്യമാണ്. ഇത് ആപത്തരമായ ഭവിഷ്യത്തുകൾ സൃഷ്ടിച്ചേക്കാം. പുത്രനെ ശരിയായി നയിക്കുവാൻ ദേവി ബാധ്യസ്ഥനാണ്. ശിവശങ്കരന്റെ വാക്കുകൾ ദേവിയെ ചിന്തിപ്പിച്ചു. അനന്തരം ദേവി മകനെ വിളിച്ച് ഇങ്ങനെ ഉപദേശിച്ചു, മകനെ, ലോകത്തെ സമസ്ത സ്ത്രീകളും ദൈവീ ചൈതന്യം അടങ്ങിയിരിക്കുന്നു. അതായത് എല്ലാ സ്ത്രീകളിലും ഞാൻ തന്നെയാണുള്ളത്. ദേവസ്ത്രീകളെ വിഷയ താല്പര്യത്തോടെ സമീപിക്കുമ്പോൾ നീ അറിയുക, അവരിൽ ഞാനാണ് കുടികൊള്ളുന്നതെന്നും. ദേവി പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം ലോകത്തെ സകല സ്ത്രീകളിലും തൻ്റെ പ്രതിരൂപം കാണിച്ചു കൊടുത്തു. ആ കാഴ്ച കണ്ടതോടെ താൻ ചെയ്തിരുന്ന തെറ്റുകളെക്കുറിച്ച് ഷൺമുഖൻ ബോധവാനായി തീർന്നു. അദ്ദേഹം പശ്ചാത്താപത്താൽ വിവശനായി മാറി. അന്നു മുതൽ സുബ്രഹ്മണ്യൻ ദേവസ്ത്രീകളോട് മാതൃസഹജമായ ബഹുമാനത്തോടെ പെരുമാറുവാൻ തുടങ്ങി. അടുത്തത് ഗണപതിയുടെ ജനനകഥയാണ്. തുടരും.